രണ്ടാമത് ഇവർക്ക് മാറ്റി വെച്ച് കൊടുക്കുന്ന ബാറ്ററി പുതിയതെന്ന് പറഞ്ഞ് ഇവർ കൊടുക്കുന്നത് റീഫാബ്രിക്കേറ്റഡ് ബാറ്ററിയാണ്. പുതിയ ബാറ്ററി ഒന്നും രണ്ടും പേരോട് ചോദിച്ചാൽ പോരാ. ഇപ്പം നിങ്ങൾ നെക്സോണോ എടുക്കാൻ പോകുന്നതെങ്കിൽ ഒരു 20 പേരോടെങ്കിലും മിനിമം ഈ നെക്സോൺ EV തന്നെ ഓടിക്കുന്നവരോട് ചോദിക്കും. ടിയാഗോ എടുക്കുന്നവരാണ് ടിയാഗോ EV ഓടിക്കുന്നവരോട്. ഇപ്പോഴും ടാറ്റ പ്യൂർ ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ വന്ന് സംസാരിക്കുന്നവരുണ്ട്. ഇന്ത്യൻ സാധനമാണ്, ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ ടാറ്റ മോട്ടോഴ്സ് അല്ല. ഇത് ടാറ്റ ഇലക്ട്രിക് മൊബിലിറ്റി ഹബ് എന്ന് പറഞ്ഞ വേറെ ബ്രാൻഡാണ്. അവരുടെയാണ് ഈ .EV എന്ന് പറഞ്ഞ് പുതിയ ഇപ്പോൾ ടാറ്റ .EV എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ബ്രാൻഡിങ്ങിൽ ഇറങ്ങുന്നത്. ടാറ്റയുടെ പ്ലസ് പോയിന്റ് അത് തന്നെയാണ്. കാരണം ഭയങ്കര സേഫ്റ്റിയാണ് വണ്ടി ഭയങ്കര സേഫ്റ്റിയാണ്. നമ്മൾ വണ്ടി ഒന്ന് ചെറിയ തട്ടിയാലും ബോഡിക്കൊന്നും കാണത്തില്ല. അങ്ങനത്തെ ഗുണങ്ങളുണ്ട് ഈ വണ്ടിക്ക്. ഡ്രൈവിങ്ങും സുഖമാണ്. പക്ഷേ നമ്മൾ ഈ ഇങ്ങനത്തെ അല്ലാത്ത പ്രോബ്ലംസിലോട്ട് പോയി കഴിഞ്ഞാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ മനസ്സ് മടുക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും ലക്ഷം കൊടുത്ത് നമ്മൾ വണ്ടി എടുത്താണല്ലോ ഈ ഒരു അവസ്ഥയായി പോയല്ലോ എന്നുള്ള സ്വയം ചിന്ത വരും. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് സർവീസ് സെന്ററിൽ കടന്നു കഴിഞ്ഞാൽ നാട്ടുകാരുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും, വീട്ടുകാരുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. നീ അത് എന്തിനാ എങ്ങനെ എടുക്കാൻ പോയത്, ടാറ്റയുടെ ഇനി എടുക്കണ്ട, അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ പറയും. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഫ്രസ്ട്രേഷനാണ്. ഇത്രയും പൈസ എടുത്തിട്ട് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ളൊരവസ്ഥ വരും. അതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പാണിത്. പക്ഷെ ഓടിച്ചെടുക്കാനുള്ള സുഖം ഉണ്ട്. പക്ഷേ എത്ര ദൂരം ഓടും എന്നുള്ളതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇതിന് ബാറ്ററി ഇഷ്യൂസ് എൻ്റെ വണ്ടിക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ 10-30,000 കിലോമീറ്റർ ഓടിയിട്ട് ബാറ്ററി ഇഷ്യൂ വന്നവരുണ്ട്. ഈ ബാറ്ററി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ടിയാഗോയ്ക്കൊക്കെ ഇഷ്ടംപോലെ ബാറ്ററി ഇഷ്യൂ വരുന്നുണ്ട്. ഇവരിപ്പം പറയുന്നത് ബാറ്ററി വാറണ്ടി പറയണത് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ. പക്ഷേ എങ്കിൽ ഇവർ ബാറ്ററി കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പുതിയ ബാറ്ററി റീപ്ലേസ് കൊടുക്കുകയല്ല, സെല്ലും മാറുമല്ല. സെല്ല് മാറുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് രണ്ടാമത് ഇവർക്ക് മാറ്റി വെച്ച് കൊടുക്കുന്ന ബാറ്ററി പുതിയതെന്ന് പറഞ്ഞ് ഇവർ കൊടുക്കുന്നത് റീഫാബ്രിക്കേറ്റഡ് ബാറ്ററിയാണ്. പുതിയ ബാറ്ററി അല്ല. അതായത് ഇപ്പം നമ്മുടെ ബാറ്ററിക്ക് ഒരു ഹെൽത്ത് ഉണ്ട്. തീർച്ചയായിട്ടും ആ SOH എന്ന് പറയും, സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു 40,000 കിലോമീറ്റർ ആയപ്പോൾ ഒരു 90-98% ഉണ്ടെന്ന് വെച്ചോ ബാറ്ററി ഹെൽത്ത്. അത് അവർക്ക് സോഫ്റ്റ്വെയർ വെച്ച് ചെക്ക് ചെയ്യാം, അവരുടെ സിസ്റ്റം കണക്ട് ചെയ്തതും ചെക്ക് ചെയ്യാം. അപ്പം നമ്മൾ 98% നമ്മുടെ ബാറ്ററി പോയി, എന്തെങ്കിലും ഇഷ്യൂ വന്ന് പോയി. അതുപോലെ തന്നെ സെല്ലിനൊരു ചാർജ് ഉണ്ട്. ഓരോ സെല്ലിനും 3.6 അങ്ങനെ കണ്ട് സംതിങ് വോൾട്ടേജിന് ഓരോ സെല്ലിന് ഓരോ കപ്പാസിറ്റി ഉണ്ട്. അതും വേരി വരുമ്പോഴാണ് ഈ സെൽ ഡാമേജ് വരുന്നത്, ബാറ്ററി ഡാമേജ് വരുന്നത്. ഈ ബാറ്ററി ഡാമേജ് വന്നു കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്ത് 98% പോയെങ്കിൽ അവർ ചെക്ക് ചെയ്യുന്നത് രണ്ടാമത് നമുക്ക് വരുന്ന ബാറ്ററി ഈ 98% ഹെൽത്ത് ഉള്ളതായിരിക്കും. പിന്നെ 100 ഹെൽത്ത് ഉള്ളതല്ല നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ അധികം പേർക്കും അറിയത്തില്ല സത്യാവസ്ഥ. ഈ അടുത്ത് ഞാൻ 1-2 പേര് പറഞ്ഞാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയാണ് സംഭവം. ബാറ്ററി ഹെൽത്ത് അത് തന്നെ ഉള്ളതായിരിക്കും. അത് അവർ പറയുന്നതാണ്. അതിനകത്തുള്ള ജെനുവിനിറ്റി എത്രയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചർച്ചാ വിഷയം തന്നെയാണല്ലേ, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇനി അതായത് ഇതിപ്പം ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എടുത്തവരോടല്ല എനിക്ക് പറയാനുള്ളത്, ഇനി എടുക്കാൻ പോകുന്നവരാണ് ഇത് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ഇത് എടുക്കാൻ പോകുന്നവർ ടാറ്റയുടെ EVനെ പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്തവരായിരിക്കും. കാരണം 1-4 പേര് പറഞ്ഞുള്ള അറിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വണ്ടി ഞാനിപ്പോൾ വണ്ടി എടുത്തതെന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ റോട്ടിൽ ഇഷ്ടംപോലെ ടാറ്റ EV ഉണ്ട്. ഞാനും അത് വെച്ചെടുത്തു. ഞാൻ ആരോടും ചോദിച്ചില്ല. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, ഞാൻ ആരോടും ചോദിച്ചില്ല. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഞാനിങ്ങനെ പോയി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇത്ര ഇഷ്യൂ ഒക്കെ ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴാണ് ഇത്ര ഇഷ്യൂ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. ഇത്ര ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പം എടുത്തവർക്കും പെട്ടവർക്കും നല്ല രീതിയിൽ അറിയാം. ഇനി രണ്ടാമത് ടാറ്റ EV എടുക്കുകയല്ലെന്ന് എനിക്ക് ഞാൻ എടുക്കുകയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ ഇതുപോലെ ഇഷ്ടംപോലെ ഉറപ്പുള്ളവരുണ്ട്, കാരണം പെട്ടവരുണ്ട്. ഇപ്പം ഒരാളുടെ കേസ് ഞാൻ പറയാം വെച്ചാൽ എറണാകുളത്തുള്ള പുള്ളി ടാറ്റ ടിയാഗോ EV. പുള്ളി ഏകദേശം 15 മാസമായി പുള്ളി വണ്ടി എടുത്തിട്ട്. 52 ദിവസം പുള്ളി സർവീസ് സെന്ററിൽ കിടന്നു വണ്ടി. 2 മാസം എടുത്തു. പുള്ളി മടുത്ത് നോക്കി. 15 മാസം എന്ന് പറഞ്ഞാൽ 1.5 വർഷം പോലും ആയില്ല വണ്ടി. ഇത്രയും ദിവസം സർവീസ് സെന്ററിൽ കിടക്കാന്ന് എന്തിനാ പുള്ളി വണ്ടി എടുത്തത്? പുള്ളി ഇതാ ചോദിക്കുന്നത്. പുള്ളിക്ക് ആദ്യത്തെ തൊട്ടപ്പോൾ ചാർജിങ് ഇഷ്യൂ, ബാറ്ററി പുള്ളിയുടെ ബാറ്ററിയൊക്കെ ഇഷ്യൂ, ബാറ്ററി മാറുന്നാ പറഞ്ഞേക്കണേ. എന്നിട്ട് ബാറ്ററി മാറി. പുള്ളി 15 മാസത്തിനുള്ളിൽ ബാറ്ററി മാറി. അത്ര എനിക്ക് തോന്നുന്നു അത് ഏകദേശം 10-40,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ.
അപ്പോൾ ബാറ്ററി മാറി പുള്ളിക്ക് അതിന് മുമ്പ് റേഞ്ച് കിട്ടിക്കൊണ്ടിരുന്നത് അത് എല്ലാറാ ടിയാഗോയുടെ എല്ലാറും 325 അങ്ങാണ്ടാ പറയുന്നത് 315 325 അങ്ങാണ്ടാ പറയുന്നത് പുള്ളിക്ക് ഒരു എനിക്ക് തോന്നുന്നു 260 അങ്ങാണ്ട് കിട്ടുന്നുണ്ടായിരുന്നു പുള്ളി ഇപ്പോൾ ബാറ്ററി മാറിക്കഴിഞ്ഞാൽ പുള്ളിക്ക് 140 കിട്ടുന്നുള്ളൂ. അത്രയും കുറഞ്ഞു പോയല്ലേ? അത്രയും പോലും ഹെൽത്ത് ഇല്ല. അത്രയും പോലും ഹെൽത്ത് അവർ പറഞ്ഞു ഈ സെയിം ഹെൽത്ത് ഉള്ളതാണ് വെച്ചേക്കണേന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി ചോദിക്കുന്നത് എനിക്ക് ഇത്ര കിട്ടുന്നുള്ളൂ. ഇപ്പം പുള്ളി നല്ല രീതിയിൽ ഓടിക്കുന്ന മനുഷ്യനാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ അങ്ങനെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു അത്ര റേഞ്ച് കിട്ടുന്നത്. എന്നിട്ട് ഇപ്പോൾ പുള്ളിക്ക് ഇത്രേ കിട്ടുന്നുള്ളൂ. പുള്ളി അതിൽ ഭയങ്കര സങ്കടം. പുള്ളി കേസിന് പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഇപ്പം നെക്സോ ഈ വണ്ടി തന്നെ എടുത്ത ഒരു 10-26 ഇഷ്യൂ ആയിട്ട് 26 കംപ്ലൈൻറ്റാണ് പുള്ളിയുടെ ഒരു വണ്ടിക്ക്. ഈ പുതിയ വണ്ടി എടുത്തിട്ട് എൻ്റെ അതേ സമയത്ത് എടുത്ത 10 മാസം കണ്ടേ പുള്ളിയുടെ ആയുള്ളൂ. 10-26 കംപ്ലൈൻറ്റാണ് പുള്ളി നോട്ട് ചെയ്ത് വെച്ചേക്കണേ. എന്നിട്ട് ഇത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകും. അവർ കാണിച്ചു. അവർ അവസാനം പറഞ്ഞു സാർ ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് വരെ അവർ മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് കസ്റ്റമർ അതുപോലെ പറഞ്ഞു എനിക്ക് മെയിൽ കിട്ടണം, നിങ്ങൾക്ക് ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എനിക്ക് മെയിൽ അയക്ക്, ഇന്ന കാരണങ്ങളൊന്നും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. പുള്ളിക്ക് ഡോറിൻ്റെ അലൈൻമെൻറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട്. 26 കംപ്ലൈൻറ്റ്. അപ്പം പുള്ളി അവസാനം പുള്ളിയും കേസിന് പോയേക്കുക. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി വരുന്ന ടാറ്റയിലോട്ട് വരുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അന്വേഷിക്കുക, നല്ല രീതിയിൽ അന്വേഷിക്കുക. 1-2 പേരോട് ചോദിച്ചാൽ പോരാ. ഇപ്പം നിങ്ങൾ നെക്സോണ എടുക്കാൻ പോകുന്നതെങ്കിൽ ഒരു 20 പേരോടെങ്കിലും മിനിമം ഈ നെക്സോൺ EV തന്നെ ഓടിക്കുന്നവരോട് ചോദിക്കുക. ടിയാഗോ എടുക്കുന്നവരാണ് ടിയാഗോ EV ഓടിക്കുന്നവരോട് ചോദിക്കുക. ഒരു 20 പേരോടെങ്കിലും ചോദിക്കുക. അതിലൊരു 15-ന് മുകളിൽ ആൾക്കാർ നിങ്ങൾ നല്ലത് പറയുകയാണെങ്കിൽ നിങ്ങൾ എടുത്തു ധൈര്യത്തിലെടുത്തു. നമ്മൾ പറയുന്നതിനകത്ത് മാത്രം ഞാൻ പറയുന്ന കാര്യത്തിൽ മാത്രം വിശ്വസിക്കേണ്ട. കാരണം വെച്ചാൽ ഇത് അവസ്ഥ ഞാൻ അറിഞ്ഞ ഇത്രയും കാലം കൊണ്ട് 10 മാസം കൊണ്ട് ഞാൻ അന്വേഷിച്ചറിഞ്ഞ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എനിക്ക് അനുഭവത്തിൽ വന്ന അവസ്ഥയും കൂടെ ഞാൻ പറയുന്നത്. അതിലായിരിക്കും നിങ്ങളാരും അതിന് നോക്കണ്ട. ഇതിനൊരു എൻ്റെ ഒരു അനുഭവമായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഇനി എടുക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ അന്വേഷിച്ചിട്ട് 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ടാറ്റ EV എടുക്കാവുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ. എടുക്കുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ സാറ്റിസ്ഫൈഡ് ആയിട്ട് എടുത്തോ, ഒരു കുഴപ്പമില്ല. അതേസമയം അത് കഴിഞ്ഞ് ഇതായത് വല്ല അടിപൊളി ഫീച്ചറാണ്, സെറ്റപ്പാണ്, ലുക്ക് ഭയങ്കരമാണെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി എടുത്താൽ നിങ്ങൾ കരഞ്ഞോണ്ടിരിക്കുകയുള്ളൂ. എനിക്കതേ പറയാനുള്ളൂ, കരഞ്ഞോണ്ടിരിക്കുകയുള്ളൂ. ടാറ്റ നമ്മളെ മൈൻഡ് പോലും ചെയ്യാനില്ല ഇക്കാര്യത്തിൽ. ഒരു മെയിൽ അയച്ചൊരു പ്രോപ്പർ മെയിൽ റിപ്ലൈ തരാൻ അറിയാത്തവരാ ടാറ്റക്കാർ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ശീലമായി അവരിത് ശീലമായി. ഒരു കോപ്പി പേസ്റ്റ് മെയിലുകളാണ്, ഒരേ മെയില്. എനിക്ക് കോപ്പി പേസ്റ്റ് മെയിലാണെന്ന് എനിക്ക് തിരിയാൻ കാരണമുണ്ട്. ഞാനൊരു തവണ ഈ ഇഷ്യൂ പറഞ്ഞ് ഞാൻ അയക്കുമ്പോൾ ഇവരെല്ലാം പറയും എനിക്ക് സ്ഥിരം അയക്കുന്ന മെയിൽ ഇങ്ങനൊരു പ്രശ്നം നേരിട്ട് ഖേദിക്കുന്നു, ഞങ്ങളുടെ ഇന്ന ആളുടെ നമ്പർ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് തരും. ഒരു തവണ ഞാനൊരു ഡൗട്ട് ചോദിച്ചു മെയിൽ അയച്ചു. ഈ വണ്ടി ഞാൻ എടുത്ത സമയത്ത് എക്സ്റ്റൻഡഡ് വാറണ്ടി ഓപ്ഷൻ ഇല്ലായിരുന്നു. ഒരു 1-2 മാസം കണ്ട് കഴിഞ്ഞപ്പോൾ എക്സ്റ്റൻഡഡ് വാറണ്ടി ഓപ്ഷൻ വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചു, ഈ എക്സ്റ്റൻഡഡ് വാറണ്ടിയിൽ എന്തൊക്കെയാണ് ഇല്ലാത്തത്, എന്തൊക്കെയാണ് ഉള്ളതെന്ന് കറക്റ്റ് ഒന്ന് അയക്കാവുന്ന ചോദിച്ചു. ഞാൻ മെയിൽ അയച്ചവർക്ക് അവരെനിക്ക് തന്ന റിപ്ലൈ അത് തന്നെയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം നേരിട്ട് ഖേദിക്കുന്നു. ഞാനെന്ത് പ്രശ്നമാണ് പറഞ്ഞത്? ഞാൻ ചോദിച്ചൊരു ഡൗട്ടാണ് എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെയാണ് ഇല്ലാത്തതെന്ന് പറയാനാ പറഞ്ഞു. അവരെനിക്ക് അയച്ചേക്കണം ഇങ്ങനെ ഒരു പ്രശ്നം നേരിട്ട് കയറി. അപ്പം എനിക്ക് മനസ്സിലായി ഇത് കോപ്പി പേസ്റ്റ് പരിപാടിയാണ്. ചിലപ്പോൾ ബോട്ട് പോലെ ആയിരിക്കും, നമ്മൾ കാണുമ്പോൾ അത് സെയിം ഇതൊക്കെ അയച്ചുവിടുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ടാറ്റയുടെ ഒരു സപ്പോർട്ടും കിട്ടുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ റിസ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് വലുത്. നമുക്ക് കുഴപ്പമുള്ള വണ്ടിയാണ്, ഇച്ചിരി കുഴപ്പമുള്ള വണ്ടിയാണ്, സാരമില്ല, ഞങ്ങൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള രീതിയുള്ളവർക്ക് എടുക്കാം. അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ അത് അവരുടെ തീരുമാനമാണ്. പക്ഷെ എടുത്തയാളുടെ അനുഭവം ഒരു ഇഷ്യൂ എങ്കിലും ഇല്ലാത്തവർ വളരെ കുറവാണ്. അറ്റ്ലീസ്റ്റ് ഒരു 5 ദിവസമെങ്കിലും നിങ്ങൾ സർവീസ് സെൻറ്ററിൽ കിടന്നിട്ടുണ്ടോ ഒരാളെങ്കിലും എടുത്തവർ. അതാണ് ഇതിനകത്ത് പ്രശ്നം. ഇപ്പം ഒരു യൂട്യൂബർ പറഞ്ഞ പോലെ സൈഡിൽ ഒരു എംബ്ലം ഉണ്ട്, 50 ലക്ഷം കാറ് വിറ്റ് 2025 വർഷം കൊണ്ട് 50 ലക്ഷം കാറ് വിറ്റെന്ന് പറഞ്ഞാൽ ഇവർ സൈഡിലൊരു എംബ്ലം പതിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബർ ഈ വണ്ടിയുടെ തന്നെ റിവ്യൂ ഇറങ്ങിയ സമയത്ത് റിവ്യൂവിൽ പറഞ്ഞ് 50 ലക്ഷം കാറ് വിറ്റിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൽ 40 ലക്ഷം പേര് അൺസാറ്റിസ്ഫൈഡ് ആണ്. പുള്ളി എന്നെ പറഞ്ഞു ഇൻഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് കൂടെ ആ വീഡിയോ കണ്ടവർക്ക് അറിയാം ആരാണെന്ന്. അപ്പം അതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്. അതായത് 1000 പേര് വണ്ടി എടുത്തിട്ടുണ്ട്, 200 പേര് കുഴപ്പമില്ലാത്തവരുണ്ടാവാം. പക്ഷേ 800 പേരും പ്രശ്നങ്ങളാണ്. 800 പേര് പ്രശ്നം. നമ്മളെ ശരിക്കും അതിനകത്ത് കയറി നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇപ്പം പലരും എൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, എൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ, ഞങ്ങളുടെ സംഘടനയുടെ ഗ്രൂപ്പിലായാലും ഇപ്പം ഏതെങ്കിലും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റ് അടി എൻ്റെ വണ്ടി ഇപ്പോൾ
50,000 കിലോമീറ്റർ ഓടി, എൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, നിങ്ങളുടെ വണ്ടിക്ക് മാത്രം തന്നെ ഇത്ര ഇഷ്യൂ എന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. ഇവരെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ബെന്യാമിൻ്റെ ആടുജീവിതത്തിൽ പറഞ്ഞ പോലെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം വെറും കെട്ടുകഥകളെന്ന് പറഞ്ഞാൽ അവരിത് അനുഭവിച്ചിട്ടില്ല. അനുഭവിക്കുമ്പം ഇത് നമുക്ക് ശരിക്കും മനസ്സിലാവും ഇതിനകത്തുള്ള പ്രശ്നം. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും കാണിയല്ല. ടാറ്റ സർവീസ് സെൻ്ററും കാണിയല്ല, ടാറ്റയുടെ ഒഫീഷ്യൽസും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാന്നേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ ഇഷ്ടം പോലെ ബഗ്ഗിലാണ് വണ്ടി ഓടുന്നത്. ഇപ്പം ചാർജിങ് ഇഷ്യൂ വന്ന് ആക്ച്വേറ്റർ മാറി കഴിഞ്ഞപ്പോൾ ഒരു CSS മാറി, 1.5 ECU ആദ്യം മാറി. ഇപ്പം 1.5 മാസം കഴിഞ്ഞ് ആക്ച്വേറ്റർ മാറി, 1.5 മാസം കഴിഞ്ഞ് വീണ്ടും ചാർജിങ് ഇഷ്യൂ 10 ദിവസം ഇട്ട്. ഇത് ഞാൻ 10 ദിവസം ഇട്ട് കുറവാണ്. 1-1.5-2 മാസം ഇട്ടവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളത് ചിന്തിച്ചാൽ ഇത്രയും പൈസ മുടക്കി നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങനെ സർവീസ് സെന്ററിൽ കൊണ്ടിടാനാണ് നമ്മൾ എന്തിനാ വണ്ടി എടുക്കുന്നത്? നമ്മുടെ സമാധാനം, ജീവിതം എളുപ്പമാക്കാനാണ് സാധാരണ വണ്ടികളെല്ലാവരും ഉപയോഗിക്കുന്നത്. ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തോട്ട് എത്താനുള്ള സമയം കുറയ്ക്കുക. ഇത് അതിന് പറ്റത്തില്ല. സർവീസ് സെന്ററിൽ ഇടാനാണെങ്കിൽ നമ്മുടെ ഈ വണ്ടി എടുത്തിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. അത് ആ ഒരു അവസ്ഥയാണ്. ഇവരത് പ്രോപ്പറായിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് ഇവർ വണ്ടി ഇറക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇന്നൊരിപ്പോൾ എനിക്കൊരു വണ്ടിക്ക് ഇഷ്യൂ വന്ന് ഞാൻ ഇന്ന് കൊണ്ടിട്ട് 2 ദിവസം അല്ലെ 3 ദിവസം മാക്സിമം പാർട്സ് എത്തിച്ച് അറേഞ്ച് ചെയ്ത് എത്തിച്ച് ശരിയാക്കി തരുവാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് വിശ്വസിക്കാം, കുഴപ്പമില്ല, ഇവർ പെട്ടെന്ന് ശരിയാക്കി തരുന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. ഇനി അല്ല, ഒരാഴ്ച എടുത്തു, ഇനി റിപ്പീറ്റഡ്ലി ഇഷ്യൂ വരാതിരിക്കും. പറഞ്ഞപ്പോൾ റിപ്പീറ്റിന്റെ ഇഷ്യൂ വന്നപ്പോൾ ഈ ചാർജിങ് കേബിൾ മാറിയവർക്ക് വീണ്ടും ഇഷ്യൂ വന്നിട്ടുണ്ട്. പുതിയ ചാർജിങ് വെച്ചേക്കുന്നത്, പുതിയ കേബിൾ വെച്ചവർക്ക് 1 മാസത്തിനുള്ളിൽ ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇവർ മാറുന്നുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം എൻ്റെ അവസാനം അവർ പറഞ്ഞു മാറിയിട്ടില്ല, കേബിൾ ഊരി വെച്ച് ക്ലീൻ ചെയ്തപ്പോൾ ശരിയായെന്ന്. ഇതുവരെ എനിക്ക് എൻ്റെ ബില്ല് അയച്ചു തന്നിട്ടില്ല, ഞാൻ ചോദിച്ചിട്ട്. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇതൊക്കെയാണ് നടക്കുക. എന്താണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇവരിപ്പോഴും ശരിക്കും ഇല്യൂഷനിൽ ഇപ്പോഴും PR വർക്ക് സെയിൽസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവർ സെയിൽസിൽ മാത്രം. നമ്മൾ സെയിൽസിലോട്ട് എന്നാൽ വണ്ടി എടുക്കാൻ താല്പര്യം ഇല്ലാത്തവൻ വരെ വണ്ടി എടുക്കും. അതേപോലെ ഇതുപോലെ വീഴ്ത്താൻ പറ്റുന്ന വേറെ ഒരു ഡീലേഴ്സും ഇല്ല. ടാറ്റ അവരെ വീഴ്ത്തും. കാരണം അടിപൊളി സൗണ്ട് സിസ്റ്റം. എന്നോടൊക്കെ ആദ്യം പറഞ്ഞു അടിപൊളി സൗണ്ട് സിസ്റ്റം, ഒന്നും നോക്കണ്ട, ബുക്ക് ചെയ്തു 1 മാസത്തിനുള്ളിൽ പൈസ കൂടും. ഇപ്പം ബുക്ക് ചെയ്തോ, അങ്ങനെ ബുക്ക് ചെയ്താൽ ഞാൻ ഇപ്പം നോക്കിക്കോ, പൈസ കുറഞ്ഞു 3.5 ലക്ഷം രൂപ വണ്ടിക്ക് കുറഞ്ഞു. ഇതും കൊണ്ട് ഞാൻ റീസെയിൽ വാല്യൂ നോക്കാൻ ചെന്നപ്പോൾ ഇവർ പറയണ വണ്ടിയുടെ വില ഇപ്പോൾ പുതിയ വണ്ടിക്ക് ഇത്രയും വിലയില്ല സാർ, അതുകൊണ്ട് ഹലോ ഇങ്ങനെ ടാറ്റയുടെ ഉള്ളിലുള്ള എക്സ്ചേഞ്ചുകാർ പറയുന്നത് നമുക്ക് എന്ത് വിശ്വസിച്ചാൽ ഇതൊക്കെ എടുക്കാൻ പറ്റുക. EV വണ്ടികൾക്ക് പൊതുവെ റീസെയിൽ വാല്യൂ കുറവാണ്, കുഴപ്പമില്ല. പക്ഷെ ഇവർ തന്നെ ഇവരുടെ വണ്ടിയുടെ വില ഇടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഒന്നും ചിന്തിച്ചാൽ എല്ലാവരും പറയും, പലരും പറഞ്ഞു ബാറ്ററിയുടെ വില കുറഞ്ഞുകൊണ്ടാണ് വണ്ടിയുടെ വില കുറയുന്നതെന്ന്. ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ എല്ലാവർക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ. 3.5 ലക്ഷം രൂപയൊക്കെ ബാറ്ററിയുടെ വില കുറച്ച് ഇവർ വണ്ടി, എന്നിട്ട് ഇതും പറഞ്ഞ് വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് മാത്രമല്ല, ഈ 3.5 ലക്ഷം രൂപ കുറച്ച് വണ്ടി നമ്മൾ വിൽക്കുമ്പോൾ വണ്ടി നിർമ്മിക്കാൻ എടുക്കുന്ന കോസ്റ്റ് അത്രേ ഉള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കാം. അതായത് വണ്ടിയുടെ വിൽപ്പന ഇവരുടെ ഒരു 3-4 മാസമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. ടാറ്റയുടെ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അതിനകത്തുള്ള വാഹൻ്റെ സൈറ്റിലൊക്കെ കയറിയാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. 3-4 മാസമായിട്ട് ഇവരുടെ വണ്ടിയുടെ ഈ നെക്സോണിൻ്റെ പ്രത്യേകിച്ച് സെയിൽ നല്ല രീതിയിൽ ഇടിയുന്നുണ്ട്. ആ പഞ്ച് വന്നപ്പം നല്ല രീതിയിൽ പഞ്ചിനും ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ എനിക്കറിയാം. എടുത്ത് 2-ാമത്തെ ആഴ്ച 2-3 ആഴ്ച സർവീസ് സെൻ്ററിൽ ഇട്ടവരെ എനിക്കറിയാം. അപ്പം കാരണം ഞാൻ ഈ സംഘടനയുടെ ഗ്രൂപ്പിലുള്ളവർ അതിനകത്ത് എന്നും ചർച്ച ഇത് തന്നെയാണ്. ടാറ്റയുടെ വണ്ടിയുടെ ഇഷ്യൂ ചർച്ച ചെയ്യാനാണ് ആ ഗ്രൂപ്പ് ശരിക്കും. പക്ഷെ അതിനകത്ത് MG-ക്കാരും ഉണ്ട്, ഈ പറയുന്ന മഹേന്ദ്രക്കാരും ഉണ്ട്, BYD-ക്കാരും ഉണ്ട്. ഒരു കുഴപ്പമില്ലാണ്ട് BYD ഭയങ്കര, കാരണം അവര് തെളിഞ്ഞവരാ ഫീൽഡിൽ. കാരണം എന്ന് വെച്ചാൽ അവരുടെ ക്വാളിറ്റി ഭയങ്കര. അതിനകത്ത് പ്രത്യേക കാര്യമുണ്ട്. BYD-യുടെ കമ്പനിയുടെ വണ്ടി ഒരു 99% അവരുടെ സാധനങ്ങൾ തന്നെയാണ്. ഈവൻ ഈ ഗ്ലാസ് വരെ അവരുടെ മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ അവർക്കറിയാം അവരുടെ ക്വാളിറ്റി എന്താണ്. അവരുടെ ക്വാളിറ്റി ഓരോ സാധനത്തിനകത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തൊക്കെ പരിഹരിക്കാൻ പറ്റും അവർക്ക് തന്നെ അറിയാം. ഇതെന്ന് പറഞ്ഞാൽ 100 കമ്പനിയുടെയാണ്. ഇതിനകത്ത് ഒരു കമ്പനിയുടെ ഒരു ഇഷ്യൂ വന്ന് ഇപ്പുറത്തതിനകത്ത് എന്ത് സംഭവിക്കുന്ന ഇവർക്ക് തന്നെ അറിയത്തില്ല. അതാണ് സംഭവം. ഇപ്പോഴും ടാറ്റ പ്യൂർ ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ വന്ന് സംസാരിക്കുന്നവരുണ്ട്. ഇന്ത്യൻ സാധനമാണ്, ഇന്ത്യൻ കമ്പനി ഇന്ത്യനാണ്. അതിനകത്ത് ഈ സ്റ്റീലും ഇതിനകത്തുള്ള ബോഡിയൊക്കെ ഇന്ത്യനാണ്. പക്ഷെ ഇതിനകത്ത് ഇരിക്കുന്ന കമ്പോണൻസ്, ഇലക്ട്രിക് കമ്പോണൻറ്റ് മൊത്തം പുറത്തുനിന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ആക്ച്വേറ്റർ റഷ്യൻ സാധനമാണ്.
ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ച് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. സാറ്റിസ്ഫൈഡ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ടെൻഷൻ ഫ്രീ യാത്ര നമുക്ക് തന്നിട്ടില്ല. ടെൻഷൻ ഫ്രീ യാത്ര തരികയല്ലോ ഇത്. ഇത്രയും കമ്പനി ഉള്ളപ്പോൾ ഒരിക്കലും നമുക്ക് ടെൻഷൻ ഫ്രീ യാത്രയില്ല. ഇപ്പം തന്നെ ഞാനിപ്പോൾ 1200 1300 കിലോമീറ്റർ 3-4 ദിവസം കൊണ്ട് ഓടി. ഞാൻ ഓരോ സ്ഥലത്തും ചാർജ് ഞാൻ പ്രാർത്ഥിച്ചാ കുത്തറ ചാർജ് ആയില്ലെങ്കിലോ എന്ന് ഓർത്ത്. ആ ഒരു ഭയങ്കര പേടിയല്ലേ? പിന്നെ ഭയങ്കര പേടിയാ. ചിലപ്പോൾ ഗണ്ണ് ഇപ്പം ഈ സാധനം ലാസ്റ്റ് ഞാൻ പറഞ്ഞു ചാർജിങ് ഇഷ്യൂ ആയിട്ട് 10 ദിവസം കിടന്ന് ശരിയാക്കി ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ചാർജിങ് ഗണ്ണ് റിലീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതും വിഷയം. അത് ഞാൻ അപ്പോഴേ ഞാൻ അവരെ CRMനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ CRMൻ്റെ അടുത്ത് പറഞ്ഞു ജിഷ്ണു ഒരു കാര്യം ചെയ്യും, തൽക്കാലം മാനുവലി റിലീസ് ചെയ്യും. ഞാൻ എന്നിട്ട് മാനുവൽ റിലീസ് ചെയ്തു. 2 ദിവസം ഞാനങ്ങനെ റിലീസ് ചെയ്തു ഇതുപോലെ ഇഷ്യൂ വന്നപ്പോൾ. പിന്നെ ഇതുവരെ ഇഷ്യൂ വന്നിട്ടില്ല ഒരാഴ്ചയായിട്ട്. അടിയിലൊരു സാധനം ഉണ്ട്, അത് വെച്ച് വലിച്ചാൽ മതി. ഇവര് പറയുന്നത് അത് വലിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ കേബിളിന് വാറണ്ടി ഇഷ്യൂ വരുന്നുണ്ടെന്നാ പറയുന്നത്. ടാറ്റ ഒഫീഷ്യലി അവരത് ഇറക്കിയിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഇന്റേണലി ടെക്നീഷ്യൻ വഴി ടാറ്റയുടെ ടെക്നീഷ്യൻ വഴി അറിഞ്ഞതാണ് ഇങ്ങനെ ചർച്ച ഉള്ളിൽ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു EV എടുത്തോണ്ട് നമുക്ക് കുറെ നോളജ് കിട്ടും അല്ലേ? ഞാനിപ്പോ ഒരു 8 മാസത്തിന് മുകളിൽ ഞാൻ ഇതില് റിസർച്ച് ആണ്. ഞാൻ അതുപോലെ വണ്ടി എടുത്തപ്പോ റിസർച്ച് ചെയ്തില്ല, എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ റിസർച്ചിങ് നടക്കുന്നത്. എന്തുകൊണ്ട് ടാറ്റ എടുക്കരുതെന്ന് പറയാൻ കാരണം ഞാൻ അത് തന്നെയാണ്. ഇതിനകത്തുള്ള പല കമ്പോണൻസിന്റെ ക്വാളിറ്റി വളരെ മോശമാണ്. ശരിക്കും ടാറ്റ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ 1 ലക്ഷം രൂപ കൂട്ടി ഇറക്കിയാലും നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഇറക്കുക. ഇതിപ്പം ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ആൾക്കാർ ഇത് തെരഞ്ഞു പിടിച്ച് ടാറ്റ ദ്രോഹിക്കാനാണ്. ഞാൻ പറഞ്ഞതാണ് ഇത് ഇന്ത്യൻ ബ്രാൻഡാണ്, എനിക്ക് സഹിതം അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിതം അഭിമാനിക്കാവുന്ന ഒരു സാധനമാണ്. ആ സാധനത്തിൽ ഇത്രയും ലോ ക്വാളിറ്റി ഇറങ്ങിയാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ മാനക്കേട്. നമ്മുടെ രാജ്യത്തിന് മാനക്കേട്. ഇപ്പം പലരും ഇപ്പം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ MGൻ്റെ ഒരാളെ ഞങ്ങളുടെ നാട്ടിലുള്ള പുള്ളി MG ZSEV എടുത്തു. അപ്പോൾ എടുത്തിട്ട് അധികം ആയില്ല, 3-4 മാസമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് വണ്ടി എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇത്ര മാസം ഇച്ചിരി ആയുള്ളൂ. പുള്ളി പറഞ്ഞു ഇത്ര മാസം എനിക്ക് ഓടിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടിക്ക് ഇങ്ങനെയൊക്കെ ഇഷ്യൂ വരുന്നുണ്ട്, കൊണ്ട് മാറ്റിയാലോ എന്ന് എന്നാലും പുള്ളി എടുത്ത് വായിക്കേണ്ട അടുത്ത് പറഞ്ഞു പെട്ടല്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ടാറ്റ എടുക്കാതിരുന്നതെന്ന് പറഞ്ഞു. പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ ഇതുവരെ ഇഷ്യൂ വന്നിട്ട് തൊട്ട് പഴയ മോഡൽ ഇഷ്യൂ വന്നിട്ട് പുള്ളി വിൽക്കാൻ വെച്ചേക്കുക. പുള്ളി അവർ ടാറ്റ എക്സ്ചേഞ്ച് അവരുടെ സെന്ററിൽ വിളിച്ചു വെച്ചാൽ പറയും അവിടെ തന്നെ പെൻഡിങ് ആ വണ്ടി അവിടുന്ന് പോകുന്നില്ല. കാരണം ഇത് ഇപ്പം ഞാനിപ്പം പല സ്ഥലത്തും ഇട്ടിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ, അപ്പം ഇത്ര വില കിട്ടത്തില്ല എന്നുള്ള രീതിയിലാണ് പലരും എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. നമുക്ക് ഈ 14 ലക്ഷം രൂപയ്ക്ക് ഇവർക്ക് കൊടുക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ട് ഈ അല്ലാത്തവർക്ക് കൊടുക്കാനും എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇത്ര ഇഷ്യൂ ഉള്ള വണ്ടി ഒരാളുടെ തലയിൽ വെച്ച് കൊടുക്കാന്ന് പറയുമ്പം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരാളുടെ തലയിൽ വെച്ച് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അതും മടിച്ചാ വെച്ചേക്കുന്നത്. പിന്നെ ഒരു മാർക്കറ്റിലെ വില എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ നോക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് എപ്പോഴും എനിക്ക് പറയാനുള്ളത് റെഫർ ചെയ്യുക, നല്ല രീതിയിൽ റെഫർ ചെയ്ത് മാത്രം ടാറ്റ അത്രക്ക് സാറ്റിസ്ഫൈഡ് ആകും. കുറച്ച് കംപ്ലൈന്റ് വന്നാലും കുഴപ്പമില്ല, ഞാൻ ഓടിച്ചു പൊക്കോളാം, എനിക്കിത് മേടിക്കാനുള്ള ഗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ ഗട്ട്സോ അതുപോലെ ആത്മധൈര്യം ഉണ്ടെങ്കിൽ എടുക്കാം. അല്ലാത്ത പക്ഷം ഇത് നിങ്ങളെ നിങ്ങളെ കരയേണ്ട ഒരവസ്ഥ വരും. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇവിടെ ആൾക്കാരുടെ ഒരു യൂസറുടെ വേദന. നമ്മളിപ്പം ഇതൊരു ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇറക്കുമ്പോൾ ഈ കാണേണ്ട പോയിന്റ് ഓഫ് വ്യൂ അത് തന്നെയാണ്. ഒരു വണ്ടി എടുത്തിട്ട് അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് പർപ്പസ്ഫുള്ളി നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഗുണങ്ങൾ പറയുകയാണ് ബെനിഫിറ്റിൽ ആൾക്കാർ എന്നെ പറയും ഞാൻ ഈ ഒരു ബ്രാൻഡിനെ താറടിച്ചെടുക്കുക. പക്ഷേ എനിക്ക് എപ്പോഴും നല്ല പറയാം ഏറ്റവും നല്ലത്. പക്ഷെ ഒരാളുടെ നമ്മളെ പറ്റില്ല ഈ ഒരു ഇഷ്യൂ, ഞാനും ഒരു വണ്ടി ഭ്രാന്തനാണ്, എൻ്റെ വണ്ടിക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ പറയും എൻ്റെ വണ്ടിക്ക് ഈ ഇഷ്യൂ ഉണ്ട്, എനിക്കിത് ശരിയാക്കി തരണം, അല്ലെങ്കിൽ ഇന്ന പ്രശ്നമുണ്ട്, അത് പറഞ്ഞില്ലാതെ ഞാൻ പറ്റില്ല. പല റിവ്യൂസിലും അല്ലെങ്കിൽ ഞാൻ ഈ വണ്ടി എടുത്തു കഴിഞ്ഞ് ഞാൻ കുറേ റിവ്യൂസ് നോക്കിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു 99% ഈ വണ്ടീൻ്റെ റിവ്യൂ ഇട്ടവർ അതിൻ്റെ പോസിറ്റീവ് മാത്രമേ. ഞാൻ ചോദിക്കുന്നത് ഈ പോസിറ്റീവ് മാത്രം പറഞ്ഞ് കാര്യമില്ല, നമ്മളതിനകത്ത് നെഗറ്റീവ് അറിഞ്ഞിട്ട് വേണം വണ്ടിയിലോട്ട് കിടക്കാൻ. എനിക്ക് പറ്റിയ പോലെ മറ്റുള്ളവർക്ക് പറ്റാൻ പാടില്ല. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ഉള്ള കാര്യം പറയാം, ഇപ്പം ടാറ്റ ഫോക്കസ് ചെയ്യുന്നത് അവർ ഷെയർ മാർക്കറ്റിലോട്ട് നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്.
ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ PR വർക്കുകൾ പറഞ്ഞുകൊണ്ട്. പക്ഷേ അവർക്ക് പ്രോഫിറ്റബിളാണ്, അവർക്ക് എങ്ങനെ നോക്കിയാലും പ്രോഫിറ്റബിളാണ്. ഷോറൂം വൈസ് മറ്റേ ഷെയർ മാർക്കറ്റ് വൈസ് എങ്ങനെ നോക്കിയാലും പ്രോഫിറ്റബിളാണ്. പക്ഷേ ഈവൻ ഒരു കസ്റ്റമർ എന്തോരം സാറ്റിസ്ഫൈഡ് ആണ്, എന്തോരം പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്, എത്ര സ്ട്രഗിളാണ് നമ്മൾ ഇതിനകത്ത് നടത്തേണ്ടി വരുന്നത്. അപ്പം ആദ്യം ഞാൻ ആദ്യം ECO മാറിയ സമയത്ത് എനിക്കൊരു അനുഭവമുണ്ടായി. ECO മാറിയപ്പം ഞാനിങ്ങനെ അറിഞ്ഞു, ഈ നാഷണൽ കൺസ്യൂമർ ഫോറം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് ഓൺലൈനിൽ കൊടുക്കാൻ പറ്റും. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, പുള്ളിയുടെ ഒരു വണ്ടിക്ക്, അത് ടാറ്റയുടെ വണ്ടിയല്ല, പുള്ളിയുടെ ഒരു വണ്ടിക്ക് അണ്ടർ ബോഡി കോട്ടിങ് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്ത് തന്ന് കൊടുത്തു. പക്ഷെ പുള്ളി നോക്കും, പിന്നെ വണ്ടി പൊക്കി നോക്കുമ്പോൾ അണ്ടർ ബോഡി കോട്ടിങ് ഇല്ല, അവരുടെ നിന്ന് പൈസയും വാങ്ങിച്ചു. പുള്ളി ഇത് നാഷണൽ കൺസ്യൂമർ ഫോറത്തിൽ രജിസ്റ്റർ ചെയ്തു. അന്നേരം ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറയും. ഈ തെളിവൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ 1 മാസത്തിനുള്ളിൽ പരിഹരിക്കണം എന്നാണ് അവർ കമ്പനിയായിട്ട് ഇടപെടും. നാഷണൽ കൺസ്യൂമർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അപ്പം അവർ ഇടപെട്ട് 1 മാസത്തിനുള്ളിൽ പരിഹരിക്കും. ഒന്നില്ലെങ്കിൽ അവർ ഡയറക്റ്റ് അന്നേരം ഏറ്റവും തലപ്പത്തുനിന്നാണ് കോള് വന്ന് ഇത് നമ്മൾ ഒത്തുതീർപ്പ്, ഒന്നില്ല അവർ ഒന്നും കൂടെ ചെയ്തു തരും, അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പൻസേഷൻ നമുക്ക് തരും, അങ്ങനെ പരിഹരിക്കും. എന്നാൽ പിന്നെ ഞാനങ്ങ് ചെയ്യാമെന്ന് വെച്ചു. ഞാനത് ചെയ്തു, ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ അവരെന്നെ വിളിച്ചു, എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് അയക്കാൻ പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു ഒരു ദിവസം കഴിഞ്ഞ്, സാറേ ഇങ്ങനെയാണ് ടാറ്റ EV എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ബ്രാൻഡാണ്, ഈ നെക്സോൺ തൊട്ട് പുതിയ ബ്രാൻഡാണ്, അതായത് ടാറ്റ മോട്ടോഴ്സ് അല്ല ഇത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് ടാറ്റ മോട്ടോഴ്സ് അല്ല, ഇത് ടാറ്റ ഇലക്ട്രിക് മൊബിലിറ്റി ഹബ്ബ് എന്ന് പറഞ്ഞ വേറെ ബ്രാൻഡാണ്. അവരുടെയാണ് ഈ .EV എന്ന് പറഞ്ഞ പുതിയ ഇപ്പോൾ ടാറ്റ .EV എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ബ്രാൻഡിങ്ങിൽ ഇറങ്ങുന്നത്. അതെന്ന് പറഞ്ഞാൽ വേറൊരു കമ്പനിയാണ്, അതായത് ടാറ്റ മോട്ടോഴ്സ് അല്ല, അത് വേറെ കമ്പനിയാണ്. ആ കമ്പനി ഇതിനകത്ത് രജിസ്റ്റേർഡ് അല്ല, അതുകൊണ്ട് ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നിങ്ങളിത് മെയിനായിട്ട് അറിയേണ്ടതാണ്, എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഇത് അന്വേഷിക്കേണ്ടത്. ഇത് ആദ്യം പോയത് ഫസ്റ്റ് വീക്കിൽ ഞാൻ ഈ കംപ്ലൈൻറ്റിന് പോയി. അന്നേരം ഞാൻ അറിഞ്ഞ കാര്യമാണ്, ഇതാണ് അവരുടെ ഓവർ കോൺഫിഡൻസിൻ്റെ കാര്യം. ഇതാണ് കാര്യം. കാരണം കംപ്ലൈൻറ്റ് കൊടുക്കിയാലോ, ഒരു കൺസ്യൂമറിന് എന്തോ രീതിയിൽ പറ്റിക്കുന്നതെന്ന് ആലോചിച്ചു. അതെ, ഞാനിത് നല്ല രീതിയിൽ ആ സമയത്ത് അന്വേഷിച്ചു. അന്നേരം ഞാൻ ശരിക്കും ഞെട്ടി. ആദ്യം ഇവരിങ്ങനെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അതിൻ്റെ കോൾ റെക്കോർഡ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ ഡയറക്റ്റ് കോർട്ടിൽ പോകാൻ പറഞ്ഞു, കോടതിയിൽ പോകാൻ പറഞ്ഞു. നമ്മളെ കൊണ്ട് അതാ പറ്റുള്ളൂ. ഈ കോടതി കയറി ഇറങ്ങി നടക്കണ്ടേ? ഇപ്പം എൻ്റെ ജോലി ചെയ്ത സമയം ഞാനിപ്പോൾ എൻ്റെ ഫീൽഡ് വർക്കും കാര്യങ്ങളാണ്, എനിക്ക് ഇതിൻ്റെ പുറകെ നടക്കാമെന്ന് പറഞ്ഞാൽ എത്ര ദിവസം മെനക്കണം. പിന്നെ ഇത് വല്ല ആവശ്യമുണ്ടോ? ഈ പോയ സമയങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമോ? ഞാനിപ്പം 1 മാസം അല്ല 2 മാസം കോടതിയുടെ പുറകെ നടന്നു, എൻ്റെ വണ്ടിയുടെ പരിഹരിക്കാൻ നടന്നു. പരിഹരിക്കപ്പെടുമായിരിക്കും, ചിലപ്പോൾ പൈസ കോമ്പൻസേഷൻ തന്നവർ വരുമായിരിക്കും കേസ്. കാരണം അങ്ങനെയാണ് കോടതിയുടെ മീഡിയേറ്ററിനെ വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കും അവർ എപ്പോഴും. ഇനി ഞാൻ വിചാരിച്ചേക്കണം, ഇതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഇനി വരുവാണെങ്കിൽ ഞാൻ പോകും. കാരണം എന്ന് വെച്ചാൽ വെച്ചോണ്ടിരുന്നത് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ എല്ലാം പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്, എല്ലാ ഡേറ്റാസും ഉണ്ട്. ഞാൻ ഡീലറിനോട് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ എല്ലാം ഡേറ്റ എടുത്ത് നോക്കുന്നുണ്ട്. ശരിക്കും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ, വൈപ്പർ അതെ, വൈപ്പർ അങ്ങനത്തെ ഇഷ്ടം പോലെ ഇഷ്യൂ ആണ്. ഇതൊന്നും ഇവർക്ക് ഫിക്സ് ചെയ്യാൻ കിട്ടുന്നില്ല. വൈപ്പറിൻ്റെ ഞാൻ അതുകൊണ്ട് പുതിയ വൈപ്പർ മാറാമെന്ന് വെച്ച് ഞാൻ വൈപ്പർ മാറി 1600 രൂപ കണ്ടായി. വൈപ്പർ മാറിക്കഴിഞ്ഞിട്ട് വൈപ്പർ ഇട്ട് കഴിയുമ്പോൾ ഇത് തന്നെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല, മുകളിലോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല, തിരിച്ചു വരുമ്പോൾ ചാടി പോകണം. എന്നിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, അത് കുറച്ച് കഴിയുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ ശരിയാവും. അതിന് മുമ്പത്തെ പിള്ളേരുടെ 6 മാസം ഉപയോഗിച്ചിട്ട് ശരിയായില്ല, ആദ്യ സമയം കുഴപ്പമില്ല. പറഞ്ഞോട് ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അത് ഉദ്ദേശിച്ചത് എന്നറിയോ, നമ്മളിപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് നല്ല മഴയാണ് കാണത്തില്ല. കുറച്ച് നമ്മളൊരു 1 മാസം നമ്മളങ്ങനെ ഓടിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് ഓടിക്കാൻ പ്രാപ്തനാവും. ഇത് ചാടി പോകുമ്പോൾ സൗണ്ടാ. ഞാനത് കഴിഞ്ഞപ്പോൾ ഒരു 3-4 ദിവസം ഞാൻ വേറെ ആൾക്കാരെ കയറ്റിയില്ല. കാരണം ഞാനത് ചിന്തിച്ചു, കാരണം ഇത് ചാടി ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതന്നെ സൗണ്ട് എന്ന്. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് കണക്കടാ. ഇത് ഇത്രയും വിലയുടെ വണ്ടി വാങ്ങിച്ചിട്ട് ഈ ഒരു വൈപ്പർ ബ്ലേഡിന് 1600 രൂപ ഉണ്ടെന്ന് ഈ ചാടി പോവാ. അതൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ നമ്മൾ ഇങ്ങനെയുള്ള കാണുമ്പോൾ നമുക്ക് നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു നിൽക്കൽ പാടാണ്. അത് വലിയൊരു പ്രശ്നം, തലവേദനയാണ്, വലിയ നാണക്കേടാണ്. വണ്ടി എടുത്തിട്ട് ഇവന്റെ വണ്ടി മൊത്തം കംപ്ലൈന്റ്. ഇത് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഉള്ള ഒരവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. അതെ, അത് വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടുള്ളൂ, ഇത് പലരും ഇത് എടുക്കാൻ ഇങ്ങനൊരു നമ്മുടെ ഒരു നെഗറ്റീവ് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് പറയാൻ ഏറ്റവും ഈസി, വലിയ പ്രശ്നങ്ങളില്ല,
കംപ്ലൈന്റ് ഇല്ല, നമുക്ക് വണ്ടിയും കിട്ടും, നൈസായിട്ട് അങ്ങ് പോകും. പക്ഷേ പോസിറ്റീവ് അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ ഒരിക്കലും. ഏത് വണ്ടിയുടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഞാൻ അതിന് ഹൈലൈറ്റ് ചെയ്യും. കാരണം വെച്ചാൽ എന്നാലും ഒരു കസ്റ്റമറിനൊരു കാര്യമുള്ളൂ, അവർക്കൊരു ഇമ്പോർട്ടൻസ് എന്നുള്ള രീതി കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ അധികം പേരും പറയുന്നത് ടാറ്റയ്ക്ക് ഇത്ര വണ്ടി ഇറങ്ങുന്നതുകൊണ്ടാണ് കംപ്ലൈന്റ് കൂടുതൽ. ഏറ്റവും വലിയ പൊട്ടത്തരാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ 1000 വണ്ടി ഒരു കമ്പനിക്ക് ഇറക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചോ, ഒരു മാസം ഒരു 1000 വണ്ടി ഇറങ്ങാൻ പറ്റുള്ളൂ. അവരന്നേരം 1000 വണ്ടി ഇറക്കാവുള്ളൂ. കാരണം അത് പ്രോപ്പറായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്ത് ക്വാളിറ്റി അനാലിസിസ് ചെയ്ത് കഴിഞ്ഞ് വണ്ടി പ്രോപ്പറാണ്, ക്വാളിറ്റിയിൽ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ വണ്ടി വിൽക്കാവുള്ളൂ. അല്ലാണ്ട് 1000 വണ്ടി വിൽക്കാൻ പറ്റുന്ന ക്വാളിറ്റിയും കൊണ്ട് 10,000 വണ്ടി വിറ്റിട്ട്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാവേ, ഞാൻ എൻ്റെ ഒരു ഹോട്ടല്, ഞാൻ അടുത്ത പാലായിലുള്ളൊരു ഫേമസ് ഹോട്ടലാണ്. ഫേമസ് ഹോട്ടലിൽ ഉച്ചക്കത്തെ ഊണ് കിട്ടില്ല, ഊണ് ഒരു രക്ഷയില്ല, മാരക ഊണ്. കാര്യം 60 രൂപയുടെ ഊണേ ഉള്ളൂ. ഒരു മീൻകറി, ഒരു മീൻചാറും കിട്ടും, ഒരു ചെറിയൊരു വറുത്തതും കിട്ടും. പക്ഷെ ഊണ് ഭയങ്കര ടേസ്റ്റും ഭയങ്കര ഡിമാൻഡുമാണ്. അവർക്ക് ഉച്ചയ്ക്ക് ചിലപ്പോൾ 2 മണിയാകുമ്പോൾ ഊണ് തീരും. അപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്കറിയാവുന്ന ആൾക്കാർ, നമ്മൾ സ്ഥിരം ചായ കുടിക്കാൻ പോകുമ്പോൾ അറിയാലോ എന്താ സ്പെഷ്യാലിറ്റി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അവരുടെ ക്രൈറ്റീരിയ ഉണ്ട്. അവർ ഇടുന്ന ഒരു അരിയുടെ അളവുണ്ട്, കറിയുടെ അളവുണ്ട്, അത് തീരുമ്പോൾ ആ പരിപാടിയോടെ നിർത്തുക. അത് കഴിഞ്ഞ് അവിടുന്ന് ചിരണ്ടി എടുത്തിടുക, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം ചേർത്ത് വിറ്റാൽ പിറ്റേ ദിവസം പരിപാടി ക്വാളിറ്റി ഇല്ല. അതായത് അവരുണ്ടാക്കി വെക്കുന്ന ഫുഡ് തീരുമ്പോൾ പരിപാടി നിർത്തുക, ഷട്ടർ ഇതാക്കുക, ഊണില്ല, പിന്നെ അത് വേറെ ഇല്ല. അതാണ് പ്രോപ്പർ വേ. ഇത് വെച്ചാൽ 1000 വണ്ടിയുടെ ചെക്ക് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ട്, ബാക്കി 10,000 വണ്ടി ഇറക്കുവാണെങ്കിൽ 9,000 വണ്ടിക്ക് ഒരു പ്രോപ്പറായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നില്ല, ഉണ്ടാവില്ല. അതാണ് വിഷയം. അതാണ് എല്ലാവരും പറയുന്നത്, ടാറ്റയ്ക്ക് വണ്ടിക്ക് ഇത്രയും വണ്ടി ഇറങ്ങുന്നതുകൊണ്ടാണ് ഇത്ര ഇഷ്യൂ വരുന്നത്. അതൊക്കെ ഏറ്റവും വലിയ പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളയെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി ഉള്ള ലോകത്ത് 10,000 വണ്ടി ഇറക്കുമ്പോൾ അതിന് ഇഷ്യൂ വരുന്നത് പറഞ്ഞാൽ വണ്ടി ഇത്രയും കൂടുതൽ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പൊട്ടത്തരം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് ക്വാളിറ്റി 10,000 വണ്ടി ഇറക്കുന്നുണ്ട്, 10,000 വണ്ടിയും ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഇറക്കണം. അല്ലെങ്കിൽ ഇറക്കാൻ നിൽക്കരുത്. വെറുതെ എന്തിനാ കസ്റ്റമേഴ്സിന്റെ തലയിലോട്ട് വെച്ച് കൊടുക്കുന്നത്? അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. അവര് ഞങ്ങൾ ഈ ശ്രമിക്കുന്ന ശ്രമം കൊണ്ട് ഒന്നെങ്കിൽ അവരുടെ സർവീസ് ഇമ്പ്രൂവ് ആവണം, ഇല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. എന്തേലും മാർഗങ്ങളാണ്. ഇനി ഒന്നും അല്ലെങ്കിൽ വണ്ടി തിരിച്ചെടുത്തോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വണ്ടി തിരിച്ചെടുത്ത് പകരം ഈ വണ്ടി വണ്ടി തിരിച്ചെടുത്ത് കാശ് തരിക. കാരണം വെച്ചാല് അല്ലെങ്കിൽ സ്വർണത്തിന്റെ ടാറ്റ നെക്സോൺ കൊണ്ട് EV തരാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട. സ്വർണത്തിന്റെ ഇതേ വെയിറ്റ് ഉള്ള സ്വർണത്തിന്റെ സാധനം കൊണ്ടുതരാൻ എനിക്ക് വേണ്ട. കാരണം വെച്ചാൽ വെറുതെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ് ഏറ്റവും വലിയ കാര്യം. അത് പോവും. അതിന് ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് കാര്യമില്ലല്ലോ. ഇറക്കി കണക്കാണെന്നല്ലേ കാര്യമുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു 90% ഇപ്പൊ വണ്ടിയിലാണ്. ആ വണ്ടിക്ക് മൊത്തം ഇഷ്യൂ ആണെങ്കിൽ നമ്മുടെ മനസ്സമാധാനം പോയി, നമ്മുടെ ജോലിയും പ്രശ്നമായി, ഫിനാൻസ് ഇഷ്യൂ ആയി, എല്ലാ ഇഷ്യൂ. ഞാൻ ഈ ബാങ്കിന് EMI അടക്കുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും അവരാ സാറേ നിങ്ങളുടെ വണ്ടിക്ക് ഇഷ്യൂ അല്ല, EMI അടക്കണ്ടെന്ന് പറയൂല്ല. നമ്മൾ തന്നെ കൊടുക്കണം. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ. നല്ല വീഡിയോക്ക് നല്ല ലെന്ത് കൂടി പോയി കാണും, പക്ഷെ ഇത് പറഞ്ഞാൽ തീരത്തില്ല. അവിടെയാണ് കാര്യം. 10 മണിക്കൂർ ഒന്നും പറയേണ്ട കാര്യം എന്റെ കയ്യിലിരിക്കണം. എന്നോട് ബ്രോ പറഞ്ഞു വെച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞു ബ്രോ ആര് സീരിയസ് ആയാലും തീരത്തില്ല. അതുപോലെ ഉണ്ട്. ഇത് പകുതി ബ്രോ പറഞ്ഞിട്ടുള്ളൂ, പകുതി കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പല ഇഷ്യൂസും, അതായത് ഹൈലൈറ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് മാത്രം. വേറെ സിമ്പിളായിട്ട് വേണ്ട ഒരു കാര്യം പറയാം. ഞാനൊരു തവണ ഇതിന്റെ വണ്ടിയുടെ സോഫ്റ്റ്വെയർ ചെക്കിങ്ങിന് വേണ്ടി ഈ പറയുന്ന സർവീസ് സെന്ററിൽ വേറെ ഒരു ഇവരുടെ തന്നെ വേറൊരു സർവീസ് സെന്റർ ഉണ്ട്. 3 സർവീസ് സെന്റർ ഞങ്ങളുടെ ജില്ലയിൽ. അത് വേറെ സർവീസ് സെന്ററിൽ കൊടുത്ത മറ്റേവിടെ അടുത്തിട്ട് ഇപ്പോഴത്തെ ഒരു നല്ലതാണ്, അവരുടെ സ്റ്റാഫ് കുറച്ചും കൂടെ നല്ലതാണെന്ന് പറഞ്ഞ് അവിടെ കൊടുത്ത് ചെക്കിങ് കഴിഞ്ഞ് വണ്ടി എനിക്ക് തന്നു വിട്ടു. 1 മണിക്കൂറത്തെ ചെക്കിങ്, സോഫ്റ്റ്വെയർ ചെക്കിങ്ങാണ്. കഴിഞ്ഞ് വണ്ടി എനിക്ക് തന്നു വിട്ടു. ഞാൻ വണ്ടി അവർ അവിടെ ഇട്ടു. വണ്ടി ഓഫാക്കാതെ തന്നെ ഞാൻ കയറി ഞങ്ങൾ പോന്നു. വേറെ അതിനകത്ത് ബില്ലിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഞങ്ങളുടെ ടൗണിൽ എത്തിക്കഴിഞ്ഞ് 27 കിലോമീറ്റർ ഉണ്ട് ടൗണിൽ 27 കിലോമീറ്റർ കഴിഞ്ഞ് ഞാൻ ടൗണിലെത്തിയിട്ട് ഞാൻ ഒരു കടയിൽ കയറി, എൻ്റെ ഓഫീസിൽ അടുത്തുള്ള. അപ്പോൾ ആ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ബോണറ്റ് അടച്ചിട്ടില്ല. ഫ്രണ്ടിലെ ബോണറ്റ് അടക്കാണ്ട് വണ്ടി തന്നു വിട്ടേക്കും. ഒരു ചെറിയ അത് ഒരു ചെറിയ ലോക്കിൽ അത് നിൽക്കുള്ളൂ. അങ്ങനെ അടച്ചിട്ട് ചുമ്മാ താത്തിയിട്ട് കഴിഞ്ഞാൽ ആ ലോക്ക് ഒന്ന് മാറിക്കഴിഞ്ഞാൽ വലിയ സ്പീഡിലാണ് വരുന്നതെങ്കിൽ പൊങ്ങിപ്പോരും, ഗ്ലാസ് പോകും. പതുക്കെയാ വന്നത്. ഞാൻ ആ സ്പോട്ടിൽ അവരെ വിളിച്ച്, നിങ്ങൾ ഇങ്ങനെയാണ് വണ്ടി തന്നുകൊണ്ടെന്ന് ഞാൻ ചോദിച്ചു. അല്ല സാർ, സോറി സാറേ, ഞങ്ങൾ കണ്ടില്ല. ഞാൻ പറഞ്ഞു ഇതൊക്കെ കണ്ടില്ല എന്ന് പറഞ്ഞു വെറും മുടന്ന് ന്യായ കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ വലിയ അപകടം. കാരണം ഈ സാധനം ഗ്ലാസ് പോയി കഴിഞ്ഞാൽ ഗ്ലാസ് മാറണേ ഞാൻ അവിടെ കണ്ണു കാണത്തില്ല. വണ്ടി വേറെ വണ്ടിക്ക് പോയിടിക്കുക, അല്ല വഴി ആർക്കെങ്കിലും പോയിടിച്ച് ആരെങ്കിലും ചത്തുപോയി കഴിഞ്ഞാൽ എൻ്റെ തലയിൽ തീർച്ചയായിട്ടും. അല്ലാണ്ട് സർവീസ് സെന്റർ ബോണറ്റ് അടച്ചില്ല, അവരെ പിടിക്കാന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഇങ്ങനത്തെ മൈന്യൂട്ടായ ഇഷ്ടം പോലെ കെയർലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ ഭാഗത്തുള്ളത്. അതൊന്നും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് പോലും ഇല്ല. അതെ, അതാണ് പ്രശ്നം. അതായത് ഇപ്പം ഇത്തരം കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് ഒന്നെങ്കിൽ
സർവീസിനകത്ത് ഒരു നല്ല ഫീഡ്ബാക്ക് കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക. അത്രയൊക്കെ ഉള്ളൂ. അതാണ് ഞങ്ങൾ ഈ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പം ഞാൻ ഇതിനെ കുറ്റം പറയാമെന്നോ അല്ലെങ്കിൽ ബ്രോ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പ്രൊജക്റ്റ് ചെയ്യാമെന്നോ കമന്റ്സ് വരും, സ്വാഭാവികമായിട്ടും വരും, കമന്റ് വരും, ഇഷ്ടം പോലെ വരും, നന്നായിട്ട് അറിയാം. പക്ഷേ എന്നാലും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരു 4 പേരെങ്കിലും 4 പേര് അറിയട്ടെ. ഇനി എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഇനി എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത്രേ ഉള്ളൂ. ഇപ്പം എടുത്തുപെട്ടവർ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി എടുക്കുന്നവർ ഒന്ന് ചിന്തിക്കുക, ചിന്തിച്ചിട്ട് എടുക്കുക, പഠിച്ചിട്ട് എടുക്കുക, നല്ല രീതിയിൽ അന്വേഷിക്കുക. എനിക്കിതായി പറയാനുള്ളൂ. കാരണം നമ്മുടെ വ്യൂവേഴ്സിനോട് എനിക്കതാണ് എപ്പോഴും, ഞാൻ ആ ഒരൊറ്റ മൈൻഡ് സെറ്റിലാണ് ഞാൻ വന്നതും ഈ വീഡിയോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ഇതാണ് കാരണം, ആൾക്കാരറിയണം. സംഘടന ഒരുപാട് ഉപയോഗപ്പെടുന്ന സംഘടന കേട്ടോ, അതും പറയണം. ഇവോക്ക് എന്ന് പറയുന്ന സംഘടന ഒരുപാട് ഉപയോഗമുണ്ട്. പലർക്കും കോൺടാക്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എൻ്റെ അതേ ഇഷ്യൂ ഉള്ള ഒരാൾക്കുണ്ട്, എനിക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ആ സംഘടന ഉള്ളവർക്കറിയാം എന്തൊക്കെ ഇഷ്യൂ ഉണ്ടെന്ന്. പക്ഷെ സംഘടനയ്ക്ക് പുറത്ത്, അതായത് വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇതറിയുന്ന ഒരു മീഡിയ എവിടെയില്ല. അപ്പോൾ അത് അവരെ ഒന്ന് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ശരിക്കും ഏറ്റവും അവസാനം ചോദിക്കുന്ന ഞാൻ ചോദ്യം ഇതിനകത്ത് ഒഴിവാക്കുകയാണ്, സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഞാൻ ടാറ്റയുടെ ഫീഡ്ബാക്കുകാർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എന്നെ വിളിക്കണ്ട, സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾ വെറുതെ വിളിച്ച് സമയം കളയണ്ട. ഞാൻ നിങ്ങൾക്ക് 100ൽ 1 മാർക്ക് തരികയില്ല, വെറുതെ വിളിച്ച് സമയം കളയണ്ട. അപ്പോൾ എന്നെ വിളിക്കാറില്ല, ആരുമില്ല, അവർക്കറിയാം എന്നെ. അപ്പം ഇത്ര നമ്മൾ ഈ വീഡിയോ കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടെ എന്നുള്ളൊരു പർപ്പസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാണെങ്കിലും ഇതൊരു ലോങ് ജേർണി അല്ലെ, ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിയുടെ ഒരു അവസ്ഥയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. കസ്റ്റമർ അതാ പറഞ്ഞത്, ഒരു കൊല്ലം ആയിട്ടില്ല വണ്ടി, 10 മാസം കൊണ്ട് 4000 കിലോമീറ്റർ ഓടിയ ഒരു യൂസറിൻ്റെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് മനസ്സിലാകുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അപ്പം എന്നാണെങ്കിലും നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് കുറഞ്ഞ ഒരു പേരോട് എൻക്വയറി ചെയ്യുക, എന്നിട്ട് മാത്രം എടുക്കുക. അതൊക്കെയാണ് ബ്രോ നമുക്ക് പറഞ്ഞ അഭിപ്രായങ്ങൾ. ഇപ്പം എന്നാണെങ്കിലും ബ്രോയ്ക്ക് സങ്കടകരമായ രീതിയിലാണെങ്കിലും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞു നമുക്കിവിടെ വീഡിയോ വേണ്ടി ബ്രോ. താങ്ക് യു.